പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Thank you for joining. Thank you, friends. Finny Mepral, Regimon Daniel, Silas P. Matthew. Thank you for joining. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സാജൻ തോമസ്, ഡിക്സൺ ഏലിയാസ്, സൂരജ് എബ്രഹാം അറക്കൽ, താങ്ക് യു ഫോർ ജോയിനിങ്. ജോജോമോൻ ഹെബ്രോൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവിക ത്രിയേകത്വം എന്ന വിഷയമാണ്. തുടർന്ന് വീണ്ടും ഹായ് വിലമോൻ, യു വെൽക്കം റജിമോൻ, പ്രൈസ് ദി ലോർഡ് ഡിക്സൺ. ഇപ്പോൾ പല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്പനാട് കൺവെൻഷനിൽ പാസ്റ്റർ കെ.സി. ജോൺ നടത്തിയ പ്രസംഗത്തിൽ, ഹായ് ദീന ഫിലിപ്പ്, ഹായ് ലിതിൻ കൊട്ടാരക്കര, കുമ്പനാട് കൺവെൻഷനിൽ പാസ്റ്റർ കെ.സി. ജോൺ നടത്തിയ വിവാദ പ്രസ്താവന, അതിന് പല ഗ്രൂപ്പുകളിലും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിനൊരു മറുപടി ബ്രദർ മനു ഓസ്ട്രേലിയ ഒരു മറുപടി. ഹായ് ടീന ബെഞ്ചമിൻ, ഹെൻറി പി സി, ജോബി ജേക്കബ്, അബിൻ ജോർജ്, ചെറിയാൻ മാത്യു. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. അപ്പം ഒരു മറുപടി കൊടുത്തു. ഇപ്പം പാസ്റ്റർ ഫിലിപ്പി തോമസ് അതിന് ഒരു ലൈവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലർക്കും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ പല ആളുകളും ലൈവിൽ വരികയും പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അതേക്കുറിച്ച് ഒരു ലൈവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ പല ആളുകളും അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പലരും ഇങ്ങനെ ലൈവിലൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പ്രതികരിക്കുന്നില്ല. ബ്രദർ മനു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, അത് ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. വരും ദിവസങ്ങളിൽ മറ്റ് പാസ്റ്റർ ഫിലിപ്പി തോമസും ഒക്കെ എന്താണ് പറയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ദൈവിക ത്രിയേകത്വം എന്ന വിഷയത്തിലേക്ക് ആണ് ഇന്ന് വീണ്ടും പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് പിതാവും പുത്രനും ആയിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ്, സ്നേഹബന്ധം. ആ ബന്ധത്തിന്റെ 4 തലങ്ങൾ. ആ 4 തലങ്ങൾ: പെർഫെക്റ്റ് ഇക്വാളിറ്റി, സമ്പൂർണ്ണ സമത്വം, അതുപോലെ ഗ്ലാഡ് സബ്മിഷൻ, സന്തോഷപൂർവ്വമുള്ള സമർപ്പണം, അതുപോലെ അവരുടെ ഇന്റിമസി, ഹൃദയബന്ധം, ജോയ്ഫുൾ ഇന്റിമസി, ആനന്ദപൂർണമായ ഹൃദയബന്ധം, പിന്നെ മ്യൂച്വൽ ഡെഫറൻസ്, പരസ്പരമുള്ള ബഹുമാനം. ഇങ്ങനെ 4 മേഖലകൾ. അപ്പൊ ഈ 4 കാര്യങ്ങളും നമ്മുടെ സഭയിൽ വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകണമെന്നും, അങ്ങനെ ദൈവസ്നേഹം സഭയിൽ പ്രതിഫലിക്കുകയും ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് കാണിക്കുമ്പോൾ സഭ അഥവാ വിശ്വാസികൾ ലോകത്തിന് വെളിച്ചമായി തീരുകയും ചെയ്യും എന്നതാണ് ദൈവിക കാര്യപരിപാടി. അതാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. പിതാവും പുത്രനുമായിട്ടുള്ള ആ ബന്ധത്തിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നിർവചിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അതിശക്തമായ 4 ഘടകങ്ങൾ. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നിർവചിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന 4 ഘടകങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ. The 4 factors in that relationship. പിതാവും പുത്രനുമായിട്ടുള്ള ആ ബന്ധത്തിലെ 4 ഘടകങ്ങൾ. അതിൽ ഒന്ന് സ്വീകാര്യത അല്ലെങ്കിൽ അംഗീകരണം. രണ്ടാമത്തത് പാലനമാണ്, പരിപാലനം. മൂന്നാമത്തത് അന്തസ്സ്.
നാലാമത്തത് നേട്ടം. അതായത് 1 അക്സെപ്റ്റൻസ്, അംഗീകരണം. 2 സസ്റ്റനൻസ്, പരിപാലനം. 3 സ്റ്റാറ്റസ്, അന്തസ്. 4 അച്ചീവ്മെന്റ്, നേട്ടങ്ങൾ. അപ്പം 4 കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ അംഗീകരണത്തെക്കുറിച്ച് ആണ് ചിന്തിക്കുന്നത്. അംഗീകരണം അഥവാ അക്സെപ്റ്റൻസ് നമുക്ക് വളരെ പരിചയമുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 11 വാക്യത്തിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, യു ആർ മൈ സൺ. അംഗീകരണമാണ്, അക്സെപ്റ്റൻസ് ആണ്. നീ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ പിതാവ് പുത്രനെ അംഗീകരിക്കുന്നു. അപ്പൊ ആ അംഗീകരണം നമുക്കവിടെ കാണാൻ കഴിയും. പിന്നെ പാലനം എന്ന വിഷയം, സസ്റ്റനൻസ്, നിലനിർത്തുന്നത്, ആ ബന്ധം നിലനിൽക്കുന്നു. പോഷണം, ആ ബന്ധത്തെ പോഷിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം അതിന്റെ 9 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15:9, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ പിതാവിന്റെ ആ സ്നേഹം, തുടർമാനമായിട്ടുള്ള ആ സ്നേഹം, പിതാവ് ഒരിക്കൽ സ്നേഹിച്ചു നിർത്തി എന്നല്ല, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ആ തുടർമാനമായ സ്നേഹം, അതാണ് സസ്റ്റനൻസ്. തുടർന്ന് നിൽക്കുകയാണ് ആ സ്നേഹം. ആ വാക്ക് നമുക്ക് വളരെ പരിചയമുള്ളതാണ്, പ്രത്യേകിച്ച് മ്യൂസിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന, സസ്റ്റെയിൻ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ അതോടെ നിങ്ങൾക്ക് മനസ്സിലാവും, നിലനിർത്തുന്ന. മർക്കോസിന്റെ സുവിശേഷം 1:11 നമ്മൾ മുമ്പേ പറഞ്ഞ ആ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 1:11, അവിടെ വായിക്കുന്നത്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നല്ല, മർക്കോസിന്റെ സുവിശേഷത്തിൽ നീ എൻ്റെ പ്രിയപുത്രൻ, യു ആർ മൈ സൺ, നോട്ട് ഹീ ഈസ് മൈ സൺ. അപ്പൊ യേശുവിനോട് പറയാണ് നീ എൻ്റെ പ്രിയപുത്രൻ. പിന്നെ അടുത്തത്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് യു. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. യേശു പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രസംഗമോ അധ്യാപനമോ രോഗശാന്തികളോ ഒന്നും നടത്തുന്നതിന് മുമ്പ്, അതായത് പ്രീച്ചിങ്ങോ ടീച്ചിങ്ങോ ഹീലിങ്ങോ ഇതൊന്നും ചെയ്തില്ല. ഇതൊന്നും ചെയ്യുന്നതിന് മുൻപ് ഫാദർ അനൗൺസ് ചെയ്യാണ്, ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് യു. അപ്പോ ഈ പിതാവ് പ്രസാദിക്കുന്നത് പുത്രനിലാണ്, പുത്രന്റെ പ്രവൃത്തിയിലല്ല. ഇത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ ശുശ്രൂഷയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആ ശുശ്രൂഷയിലല്ല ദൈവപ്രസാദം ഉണ്ടാകേണ്ടത്, നമ്മളിലാണ്. അപ്പൊ ഇവിടെ പിതാവ് പറയാണ്, ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് യു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സിംഗിൾ പ്രസംഗം പോലും യേശു പറഞ്ഞിട്ടില്ല. ഇനി സാമ്പിൾ എങ്ങനെ ഇരിക്കും ഇവന്റെ പ്രസംഗം ഒന്ന് നോക്കട്ടെ. അപ്പൊ ഒന്ന് നോക്കിയിട്ട് അങ്ങനെയല്ല, അവനിൽ പ്രസാദിക്കുന്നു. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ മിടുക്കനായ അല്ല മിടുക്കിയായ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ അവളെ വിളിച്ച് കാണിക്കും, മോളെ അങ്കിളിന് വേണ്ടി ഒരു പാട്ട് പാടിക്കേ, അല്ലെങ്കിൽ മോള് വരച്ച പടം എടുത്തോണ്ട് വന്നേ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വരുന്ന അതിഥികൾക്കും ഇഷ്ടമാണ്. കുഞ്ഞിനെ എടുക്കുന്നു, ലാളിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സെൽഫി എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഇങ്ങനെ നമ്മളങ്ങനെ. അപ്പൊ ആക്ച്വലി നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? അപ്പം 100 മാർക്ക് മേടിച്ചോണ്ട് വന്നു കൊച്ച്, അവനെ എടുക്കുന്നു, ഉമ്മ വെക്കുന്നു, കാഡ്ബറി മേടിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? അപ്പൊ ആ കുഞ്ഞിന്റെ ടാലൻസിനെയാണ്
ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും, ഒരിക്കലും ആ കുഞ്ഞിനെയല്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു മന്ദബുദ്ധിയായ ഒരു കുഞ്ഞ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധി അല്പം കുറഞ്ഞ, പഠിക്കാൻ അത്ര മികച്ചതല്ലാത്ത, കലാപരമായ കഴിവുകളില്ലാത്ത, സൗന്ദര്യം കുറവുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ പടം തുടർമാനമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യും. കാണുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത്, മനുഷ്യൻ സ്നേഹിക്കുന്നത് കഴിവുകളെ, ടാലന്റുകളെയാണ്. അപ്പൊ പെർഫോമൻസുകളെയാണ്. നമുക്ക് ചില പാസ്റ്റർമാരെ ഇഷ്ടമാണ്. അപ്പൊ ആ പാസ്റ്റർ ഇഷ്ടപ്പെടുന്ന എന്തിനാണ്? ചില വിശ്വാസികളെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിവുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. പെർഫോമൻസിനെ, കായിക താരങ്ങളെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇവിടെ ദൈവം പറയാണ്, യേശു ഒരു സിംഗിൾ പ്രസംഗം പറയുന്നതിന് മുമ്പ്, ഒരു രോഗിയെ സൗഖ്യമാക്കുന്നതിന് മുമ്പ്, ഒരു തർക്കത്തിലും ഇടപെടുന്നതിന് മുമ്പ്, ഒന്നും ചെയ്യുന്നതിന് മുമ്പ്, ടീച്ച് ചെയ്യുന്നതിന് മുമ്പ്, പ്രീച്ച് ചെയ്യുന്നതിന് മുമ്പ്, ഹീലിംഗ് നടത്തുന്നതിന് മുമ്പ്, എല്ലാത്തിനും മുമ്പ് പറയാണ്, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് ദൈവപ്രസാദം, നമ്മിലുള്ള ദൈവപ്രസാദം. അപ്പൊ ആ ദൈവപ്രസാദവുമായിട്ട് ആ സസ്റ്റനൻസ്, ആ നിലനിൽക്കുന്ന ദൈവസ്നേഹം, ഇത് രണ്ടും ആന്തരികമായ കാര്യങ്ങളാണ്. ആദ്യം ഞാൻ പറഞ്ഞത്, അതായത് ഈ അംഗീകരണവും ഈ സസ്റ്റനൻസ് ഓഫ് ലവ്, ഈ സ്നേഹത്തിന്റെ ആ നിലനിൽക്കുന്ന സ്നേഹം, ഇത് രണ്ടും ചാലക ശക്തിയായിട്ടാണ് അതിന്റെ ഔട്ട്വേർഡ് റിസൾട്ട്, ബാഹ്യ പ്രകടനമായിട്ടാണ് മിനിസ്ട്രി വെളിപ്പെടുന്നത്. അപ്പൊ അവിടെയാണ് അന്തസ്. അന്തസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ്. നമ്മൾ സാധാരണ നാട്ടിൽ നല്ല സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്. ഏതന്തസ്സാ? പുത്രൻ എന്ന പദവി, പുത്രൻ എന്ന അന്തസ്. പുത്രൻ എന്ന അന്തസ് നിലനിൽക്കുകയാണ്. അപ്പൊ അത് തുടർമാനമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:23, യോഹന്നാന്റെ സുവിശേഷം 8:23 പറയുന്നത്, ഞാൻ മുകളിൽ നിന്നുള്ളവൻ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. അപ്പം ആ കർത്താവിന്റെ ആ അന്തസ് നമ്മളൊക്കെ പലപ്പോഴും പറയും, ഞാൻ പകലോമറ്റത്തെയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് നമ്മുടെ അന്തസ്സാണ്, അത് നമ്മുടെ ലോകപ്രകാരമുള്ള അന്തസ്. പക്ഷേ നമ്മുടെ ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റി, ക്രിസ്തുവിലുള്ള സ്റ്റാറ്റസ്, ക്രിസ്തുവിലുള്ള അന്തസ്. ഞാനിത് ക്രിസ്തുവിനെയും പിതാവിനെയും കുറിച്ച് പറയുന്നെങ്കിലും ഇത് സഭയിൽ ഉള്ള വ്യക്തികൾ തമ്മിലും ദൈവത്തോടും ഉണ്ടാകേണ്ട ഒരു ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ ഇത് മനസ്സിലാക്കണം. ട്രിനിറ്റി നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, നമ്മുടെ ലൈഫും മിനിസ്ട്രിയും ട്രിനിറ്റിയാൽ ഇൻഫ്ലുവൻസ്ഡ് ആകണം, ഷേപ്ഡ് ആകണം. അതായത് ട്രിനിറ്റിയാൽ, പരിശുദ്ധ തൃത്വത്താൽ സ്വാധീനിക്കപ്പെടുകയും രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതവും ശുശ്രൂഷയുമായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതിന്റെ പ്രാധാന്യമാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8:23 യേശു പറയാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവൻ. അപ്പൊ ഇതേ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെതിരെ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അപ്പൊ അന്നത്തെ കാലത്ത് റോമാ പൗരത്വം എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. ആളുകൾ റോമാ പൗരത്വത്തിൽ പ്രശംസിക്കുമായിരുന്നു. അപ്പോ ആ സമയത്താണ് അപ്പോസ്തലനായ പൗലൂസിന് റോമാ പൗരത്വം ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഉപരിയായി പൗലൂസ് പ്രശംസിക്കാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പൊ അതുപോലെ നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ദൈവത്തിന്റെ അക്സെപ്റ്റൻസിൽ നിന്നും, ആ സസ്റ്റനൻസിൽ നിന്നും, ദൈവത്തിന്റെ ആ അംഗീകരണത്തിൽ നിന്നും, ദൈവത്തിന്റെ ആ തുടർമാനമായി നിലനിൽക്കുന്ന ആ സ്നേഹപ്രവാഹത്തിൽ നിന്നും രൂപപ്പെടുന്ന ഒരന്തസ്. അപ്പൊ അതൊരു അഹംബോധമാണ്. ഐ ആം ലവ്ഡ് ബൈ ഗോഡ്, ഐ ആം അക്സെപ്റ്റഡ് ബൈ ഗോഡ്. അപ്പൊ നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, നമ്മൾ ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടവരാണ്. ആ ബോധത്തിൽ നിന്നുള്ള ഒരന്തസ് നമുക്കുണ്ടായിരിക്കണം. അത് യേശുവിനുണ്ടായിരുന്നു. അതാണ് യേശു പറയുന്നത്, ഞാൻ മുകളിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ള, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. പിന്നെ യേശു പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്, യോഹന്നാന്റെ സുവിശേഷം 6:51. അതുപോലെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, യോഹന്നാൻ 8:12. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 7:18, യോഹന്നാന്റെ സുവിശേഷം 7:18 യേശു പറയാണ്, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിൽ ഇല്ല. ഇനി എന്റെ 28ാമത്തെ വാക്യം,
നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അതാണ് അന്തസ്, സ്റ്റാറ്റസ്. ഐ ബിലോങ് ടു ഹൂ എന്നുള്ളതാണ്. ഞാൻ ആരുടെ വകയാണ്. അപ്പൊ ഞാൻ ദൈവത്തിങ്കൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13:3. യോഹന്നാന്റെ സുവിശേഷം 13:3. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കൊണ്ട്. അപ്പൊ യേശുവിന് എവരിത്തിങ് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് അൺടു ഹിം. പിതാവ് സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അതാണ് ആ ബോധ്യം, അതാണ് അന്തസ്, അതാണ് ആ സ്റ്റാറ്റസ്. അവിടെയാണ് നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാകുക. നമ്മുടെ ഒരു ബോസ് നമ്മളെ ആ ഓഫീസിന്റെ ചാർജ് ഏൽപ്പിക്കുമ്പോൾ അപ്പം നമുക്കൊരു അന്തസ് വർദ്ധിക്കുകയാണ്. താക്കോല് നമ്മുടെ കയ്യിൽ തരുമ്പോൾ, അല്ലെങ്കിൽ പറയുകയാണ് നിനക്കാണ് ചാർജ്, ഞാൻ പോയിച്ചു വരുന്നത്, നിനക്ക് ചാർജ് ഉണ്ട്. അപ്പം നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ, എൻട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അന്തസ് ഉയരുകയാണ്. ഇവിടെ മുഴുവൻ ചരാചരങ്ങളെയും പ്രപഞ്ചത്തെയും യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായർ ലേഖനത്തിൽ പറയുന്നത് സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അപ്പോൾ സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും അവന് വേണ്ടിയും ആകുന്നു. എവരിത്തിങ് ഈസ് ഫോർ ഹിം, ത്രൂ ഹിം, ബൈ ഹിം. അപ്പോ അവന്റേതാണ്, അവന്റെ അന്തസ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത് അച്ചീവ്മെന്റ് ആണ്. ഈ റിലേഷൻഷിപ്പിലുള്ള അച്ചീവ്മെന്റ് ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒരു ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദോഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പം രണ്ട് കാര്യമാണ് യേശു അവിടെ പറയുന്നത്. ഐ ആം അനോയിന്റഡ് ആൻഡ് ഐ ആം സെന്റ്. അപ്പൊ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, ഞാൻ അയക്കപ്പെട്ടവനാണ്. ഐ ഹാവ് എ മിഷൻ. അപ്പൊ കർത്താവിൻ്റെ ഒരു മിഷനുണ്ട്, ഒരു ടാസ്ക് ഉണ്ട്, അക്കംപ്ലിഷ് ചെയ്യാൻ ഒരു ടാസ്ക് ഉണ്ട്, പൂർത്തീകരിക്കാൻ ഒരു പ്രവൃത്തിയുണ്ട്, നേടിയെടുക്കാൻ ഒരു ലക്ഷ്യമുണ്ട്, അപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പം കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുക. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു തർക്ക വിഷയം. ഞാൻ ഇന്ന് മുമ്പേ പറഞ്ഞ പോലെ ആ തർക്ക വിഷയത്തിലേക്ക് പോകുന്നില്ല. അഭിഷേകം എന്ന വിഷയം, യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം ഈ കോലാഹലങ്ങൾ തീരുമ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ ഐ ആം അനോയിന്റഡ്, ഐ ആം സെന്റ്. അപ്പൊ ഞാൻ അയക്കപ്പെട്ടവനാണ്, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ഒരു ടാസ്ക് ആണ് ഈ റിലേഷൻഷിപ്പിൽ. ഇനി യോഹന്നാന്റെ സുവിശേഷം 17:4. യോഹന്നാന്റെ സുവിശേഷം 17:4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കണ്ടോ? അപ്പം ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പറയാണ്, എനിക്കൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. പിതാവ് ആ പ്രവൃത്തി ചെയ്യേണ്ടതിന് വേണ്ടി എന്നെ അഭിഷേകം ചെയ്തു. പിതാവ് ആ പ്രവൃത്തി ചെയ്യേണ്ടതിന് വേണ്ടി എന്നെ അയച്ചു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 17:4 പറയാണ്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പൊ അവിടെ തികച്ചിരിക്കുന്നു. ചില ആളുകളുടെ ഈ ഉപദേശമൊക്കെ ഉണ്ട്, കുരിശിൽ യേശു മരിച്ചപ്പം നിവൃത്തിയായി എന്ന് പറയുന്നു. അപ്പൊ കുരിശിൽ പൂർത്തീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ടെറ്റലസ്റ്റായി എന്നൊക്കെ. നമ്മൾ ഈ ബൈബിളിൽ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രം എടുത്തൊക്കെ ഉപദേശം ഉണ്ടാക്കുമ്പം ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും.
ഇപ്പം പിന്നെ യോഹന്നാൻ സുവിശേഷം 17:4 യേശു പറയാണ് ഞാൻ പ്രവൃത്തി തികച്ചെന്ന്. അപ്പം പിന്നെ അതെല്ലാം അങ്ങനെ കൂട്ടി വായിക്കുന്നേ. അപ്പം അത് ഈ സീരീസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കടന്നു പറയുന്നില്ല. തോക്കി കയറി വെടിവെക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഇപ്പം തോക്കി കയറി ഒന്നും വെടിവെക്കുന്നില്ല. അപ്പം ഭൂമിയിൽ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പം 4 കാര്യങ്ങളാണ്: അക്സെപ്റ്റൻസ്, സസ്റ്റനൻസ്, സ്റ്റാറ്റസ്, അച്ചീവ്മെന്റ്. അതായത് അംഗീകരണം, നിലനിൽക്കുന്ന സ്നേഹം, അംഗീകരണം, പാലനം, അന്തസ്, നേട്ടം. 4 കാര്യങ്ങൾ. അപ്പൊ അംഗീകരണം ഉണ്ടാകണം, പാലനം ഉണ്ടാകണം, അന്തസ് ഉണ്ടാകണം, നേട്ടം ഉണ്ടാകണം. അപ്പൊ ഇത് സഭയില് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇത് ഉണ്ടാകണം. ഇപ്പൊ ഒരു പാസ്റ്ററും വിശ്വാസിയും അല്ല വിശ്വാസികൾ തമ്മിൽ. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഈ 4 ഘടകങ്ങൾ, 4 ഫാക്ടേഴ്സ്. ഒന്നാമത് അംഗീകരിക്കണം. ഇപ്പൊ നമ്മളെ സഭകളിൽ വിശ്വാസികൾ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഒരു പാസ്റ്റർ വേറൊരു ശുശ്രൂഷകനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പം പെന്തക്കോസ് സഭകളിൽ കാണുന്നൊരു ദുര്യോഗമാണത്. അപ്പം ഇങ്ങനെ സഭ വളർക്കുക, പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അംഗീകരിക്കുന്നില്ല. അംഗീകരണം. ഇവിടെ പിതാവ് പറയണം, നീ എൻ്റെ പ്രിയ പുത്രൻ. അപ്പൊ എത്ര സ്വീറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പൊ ചർച്ചിൽ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന അതാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു സഭ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാണ് മാതൃക. അതാണ് യേശു പറഞ്ഞ പിതാവ് എന്നെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. അതാണ് നമ്മൾ മുമ്പേ വായിച്ച വാക്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ അംഗീകരണം, വിശ്വാസികൾ എത്രത്തോളം അംഗീകരിക്കുന്നു. അത് പാസ്റ്റർമാർ തന്നെ വിശ്വാസികൾക്കെതിരെ ഗോസിപ്പ് പറഞ്ഞു വരുത്തുക. എന്നോട് പല പാസ്റ്റർമാരും അവരുടെ വിശ്വാസികളെ പറ്റി ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ട്. മോശമായി സംസാരിച്ചിട്ടുണ്ടോ? അവനൊരു ഗുണമില്ല, അവനെപ്പറ്റി പല ആരോപണങ്ങളുണ്ട്. ഇന്നലെയും കൂടെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞാണ്, പുള്ളിക്ക് പൊതുജന സമൂഹത്തെ അത്ര മതിപ്പില്ല. അപ്പൊ പാസ്റ്ററാ പറയുന്നെന്ന് ഓർക്കണം, പാസ്റ്റർ. അപ്പോ ലോകത്ത് ഒരിടത്ത് മതിപ്പില്ലെങ്കിലും, ഒരിടത്ത് അംഗീകരണം ഇല്ലെങ്കിലും അവൻ അംഗീകരണം കിട്ടേണ്ട സ്ഥലമാണ് സഭ എന്ന് പറഞ്ഞാൽ. ലോകം മുഴുവൻ നിന്നെ തള്ളിയാലും, ലോകം മുഴുവൻ നിന്നെ വെറുത്താലും, ലോകം മുഴുവൻ നിന്നെ പകച്ചാലും, ലോകം മുഴുവൻ നിന്നെ ഭോഷനെ നെണ്ണിയാലും, ലോകം മുഴുവൻ നിന്നെ നിന്ദിച്ചാലും, ലോകം മുഴുവൻ നിന്നെ തിരസ്കരിച്ചാലും, ലോകം മുഴുവൻ നിന്നെ തുച്ഛീകരിച്ചാലും, ലോകം മുഴുവൻ നിന്നെ പരിഹസിച്ചാലും നീ സ്വീകരിക്കപ്പെടേണ്ട സ്ഥലമാണ് സഭ. അതാണ് യഥാർത്ഥ ക്രിസ്തു സഭ. നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഇനി നിങ്ങൾക്കല്ല മറ്റാളുകൾക്ക് നിങ്ങൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ടോ? സ്വീകരിക്കപ്പെടുന്ന ഒരു സ്ഥലം, അംഗീകരിക്കപ്പെടുന്നു, അംഗീകരണം, അക്സെപ്റ്റൻസ്. അതാണ് ട്രൂ ചർച്ച്. അല്ലാതെ പെന്തക്കോസ്റ്റൽ ചർച്ച് ട്രൂ ചർച്ച്, അല്ലെ IPC ട്രൂ ചർച്ച്, അസംബ്ലീസ് ഓഫ് ട്രൂ ചർച്ച്, അതിന്റെ ബൈലോ ഇങ്ങനെയാ, ഇതൊന്നുമല്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ട്രൂ ചർച്ച്. ഞാൻ യഥാർത്ഥ സഭയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യഥാർത്ഥ സഭ അതായിരിക്കണം. ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതായത് അംഗീകരിക്കപ്പെടുക. പിന്നെ സസ്റ്റനൻസ് ആണ്, പാലനം, അത് പോഷണം. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു വിശ്വാസി ഒരു സഭയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ആഴ്ച ഭയങ്കര സംഭവമാണ്. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കുന്നു, ഇല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല, സ്നേഹപ്രകടനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കല്. എനിക്കറിയത്തില്ല, ഞാൻ ഈ അമേരിക്കൻ കോണ്ടക്സ്റ്റിലാണ് പറയുന്നത്. അമേരിക്കയിലെ മലയാളി സഭകളിലൊക്കെ അങ്ങനെയാണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയങ്ങളാണ്. ആളുകൾ പോകുന്നു, വിസിറ്റ് ചെയ്യുന്നു, ഊണിന് വിളിക്കുന്നു, അങ്ങ് നക്കി തുടയ്ക്കുന്നു, വലിയ ബഹളങ്ങളാണ്. പക്ഷെ അത് ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അങ്ങ് തീർന്നു, പിന്നെ ഇല്ല. അപ്പൊ പാലനമില്ല. അതൊരു തട്ടിപ്പാണ്, വഞ്ചനയാണ്. അത് പ്ലാസ്റ്റിക് ലവ് എന്നാ പറയുന്നത്. തട്ടിപ്പിന്റെ ഒരു സ്നേഹമാണ്, ഒരു കപടമുഖം കാണിക്കുകയാണ്. ഇവനെ എങ്ങനെയാലും ഈ കുടുക്കിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ഞായറാഴ്ച അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവനെ അങ്ങ് നാറ്റിച്ച് ഇവനെ നമ്മുടെ സ്വന്തമാക്കി, അതിനാണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ വേറെ ചർച്ചിലൊന്നും പോയതല്ല. കാരണം ഇവൻ ഈ ചർച്ചുകാരനാണെന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടു. ഞങ്ങളുടെ ചർച്ചിൽ വന്നായിരുന്നു, ആ ഫാമിലി ഞങ്ങളുടെ ആയിപ്പോയി. അപ്പം അതോടുകൂടെ ഇവന്റെ ആ പട്ടണത്തിലോട്ട് മൂവ് ചെയ്ത് വന്നപ്പോൾ അവന്റെ കന്യകാത്വം നഷ്ടപ്പെടുക. പിന്നെ വേറൊരു ചർച്ചുകാർ ഇവന് മറ്റേ ചർച്ചിൽ അംഗമായിട്ടാണ് കാണുന്നത്. അപ്പം ചർച്ച ആടി വന്നവനുള്ള പേര് ഇവൻ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇവന് വേറൊരു ചർച്ചിലും പോകാൻ പറ്റാതെ ആക്കുക.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാനുള്ള കാര്യം തുറന്നു പറയുന്നതാണ്. അപ്പൊ അവിടെ ആ സസ്റ്റനൻസ് ഇല്ല, സസ്റ്റനൻസ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ നിലനിൽപ്പ്. അപ്പൊ ആ നിലനിൽക്കുന്ന സ്നേഹം വേണം. അപ്പൊ യാക്കോബായ എന്നൊരു കൂട്ടായ്മയ്ക്ക് പോയി നിൽക്കുന്ന ഒരു കുടുംബം സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവനെ വിസിറ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു, എങ്ങനെ അവനെ ചാടിച്ച് ഇപ്പറ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ അവനെ പറ്റി വഴിയായി, അവന്റെ പിള്ളേരെ പറ്റി, അവന്റെ പിള്ളേർ മുടി കെട്ടിയത് ശരിയായില്ല, ജീൻസ് ഇട്ട് ശരിയായില്ല, ആകെപ്പാട് പ്രശ്നങ്ങളാണ്. യാക്കോബായിൽ നിന്നപ്പോൾ അല്ലെ മാർത്തോമായി നിന്നപ്പോൾ അവരെ പോലെ ഒരു കുഴപ്പമില്ല. ഇതിനകത്തോട്ട് എങ്ങനെ കൊണ്ടുവരികയാണ്. അതിനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കരയും കടലും ചുറ്റി നടന്ന് ഒരുത്തനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കും, എന്നിട്ട് അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കും. കാരണം യു ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ഹിം ദ ലവ് വിച്ച് ഫ്ലോസ് കൊഹറൻലി. അപ്പൊ ആ സസ്റ്റനൻസ് ഓഫ് ലവ്, ആ സ്നേഹത്തിന്റെ പോഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ല. സ്നേഹത്തിന്റെ പോഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ല. അതാണ് ഉത്തമഗീതത്തിൽ പറയുന്നത്. നമുക്കൊരു കുഞ്ഞു പെങ്ങൾ ഉണ്ടായിരുന്ന 8-ാം അധ്യായത്തിൽ അവക്ക് മുലകൾ വന്നിട്ടില്ല. അപ്പൊ ആ മുലകൾ വന്നിട്ടില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൾ മുലയൂട്ടാനുള്ള ആ പാകം അവളുടെ ശരീരത്തിന് വന്നിട്ടില്ല. മുലകൾ, അതായത് സാന്ത്വന സ്ത്വനം. അപ്പൊ അത് ഓരോ വിശ്വാസിക്കും ഓരോ ചർച്ചിനും ഉണ്ടായിരിക്കണം. ഇതിപ്പം സഭയാകുന്ന മാതാവാണ്. മീതിയുള്ള യെരൂശലേം നമ്മുടെ അമ്മയാകുന്നു. അത് സഭയുടെ നിഴലാണ്. അപ്പോ സഭയാകുന്ന മാതാവിന് എന്തില്ല? മുലയില്ല, പകരം അവിടെ മസിലാണ്. അപ്പം മുല കുടിക്കാൻ വരുന്ന വ്യതിതനും പതിതനും വ്രണിതനും തിരസ്കൃതനും പാർശ്വവൽകൃതനും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് പുറത്തുനിന്ന് വരുന്നത്. രോഗാർത്ഥനും ക്ഷീണിതനും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പൊ അവര് വന്നു കഴിയുമ്പോൾ ഈ സഭാഗാത്രത്തിൽ എന്തില്ല? മുലകളില്ല. മുല എന്ന് പറയുന്നത് സ്തനങ്ങളില്ല. അപ്പം സ്തന്യം കൊടുക്കണം, അല്ലെ? അതല്ല ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല്. ആ വചനമെന്ന പാല് സഭയാകുന്ന ശരീരത്തിന്റെ സ്തനങ്ങളിൽ നിന്നാണ് ഈ പുതിയതായിട്ട് വരുന്ന വ്യക്തി നുകരേണ്ടത്. വചനം എന്ന് പറയുമ്പോൾ ബൈബിൾ വാക്യങ്ങൾ അവന്റെ മോന്തയ്ക്കെറിയല്ല, അത് ഒരുപാട് കടലപ്പിണ്ണാക്ക് പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സസ്റ്റനൻസ് ഉണ്ടാകണം, അഥവാ ഈ സ്തനങ്ങൾ. അപ്പൊ ഈ 2 കാര്യം നമുക്കുണ്ടായിട്ടാണ് നമ്മൾ മിനിസ്ട്രി ആരംഭിക്കേണ്ടത്. അപ്പം യേശുവിന്റെ പ്രവൃത്തിയോ രോഗശാന്തി ശുശ്രൂഷയോ ജീവത്യാഗമോ ഒന്നും, അതായത് യേശുവിന്റെ പ്രവൃത്തി, യേശുവിന്റെ പ്രസംഗം, ഇനി യേശുവിന്റെ ജീവത്യാഗം, കുരിശിലെ മരണം, അതുപോലും പുത്രൻ എന്ന പദവി ആർജിക്കുന്നതിനോ പിതാവിന്റെ അംഗീകരണം നേടുന്നതിനോ വേണ്ടി ഉദ്ദേശിച്ചുണ്ടായിരുന്നല്ല. എന്ന് പറഞ്ഞാൽ യേശു മിനിസ്റ്റർ ചെയ്തത്, യേശു പ്രസംഗിച്ചത്, യേശു രോഗശാന്തി ചെയ്തത്, അവസാനം യേശു കുരിശിൽ ജീവനെ ബലിയർപ്പിച്ചത്, ഇതിന്റെ ഒന്നും പ്രേരണ പിതാവിൽ നിന്നൊരു അംഗീകരണം പ്രാപിക്കുക എന്നുള്ളതായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഫോർ ദ അപ്രൂവൽ ഫ്രം ഗോഡ്, അപ്രൂവൽ ഫ്രം ഹിസ് ഫാദർ, നോട്ട് ഫോർ ദ അക്സെപ്റ്റൻസ്, നോട്ട് ഫോർ ദ സസ്റ്റനൻസ്, നോട്ട് ഫോർ എ സ്റ്റാറ്റസ്. കാരണം ഒരു പദവി കിട്ടാൻ വേണ്ടി, അല്ലെ ഒരു അംഗീകരണം കിട്ടാൻ വേണ്ടി, ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടി അല്ല യേശു അതൊന്നും ചെയ്തത്. കാരണം ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ്, വെരി ബിഗിനിങ്, ആ തുടക്കത്തിൽ തന്നെ, ഒരു സിംഗിൾ പ്രസംഗം പറയുന്നതിന് മുമ്പ് തന്നെ പിതാവ് പറഞ്ഞു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ മിനിസ്ട്രിയും നമ്മൾ എന്തെങ്കിലും കിട്ടും, പ്രതിഫലം കിട്ടും, കിരീടം കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടും, ഇത് കിട്ടും. അപ്പൊ പല ആളുകളും ശുശ്രൂഷ ചെയ്യുകയാണ്, മോട്ടിവേറ്റഡ് ബൈ വാട്ട്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ എന്തിനാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു? എന്തിനാലാണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. നമ്മൾ ആ ദൈവത്തിന്റെ അക്സെപ്റ്റൻസ്, ആ അംഗീകരണം, ആ പാലനം, ഇത് രണ്ടും നമുക്കുണ്ടായിട്ട് നമ്മൾ ഹൃദയത്തിൽ ആ ദൈവവുമായിട്ടുള്ള ആ ഇന്റിമസിയിൽ വന്നിട്ട്, ആ ഇന്റിമസിയിൽ നിറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്ലോ ആയിരിക്കണം മിനിസ്ട്രി. അതിൽ നിന്നുള്ള ആ ചാലക ശക്തിയിൽ നിന്നുള്ള ശുശ്രൂഷ, അത് മാത്രമേ യഥാർത്ഥ ക്രിസ്തീയ ശുശ്രൂഷയാകുന്നുള്ളൂ. മറ്റെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹമില്ലാതെ മറ്റു കാര്യങ്ങളാൽ പ്രസംഗിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അത്രേ. കാരണം അകത്ത് ആ സ്നേഹമില്ല.
അപ്പൊ ഈ സ്നേഹനിമിത്തം അല്ല മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട്, സ്നേഹത്താൽ മോട്ടിവേറ്റ് ചെയ്യാതെ സ്നേഹത്താൽ പ്രേരിതരായി സുവിശേഷം അറിയിക്കുകയല്ല. പക്ഷേ മലകളെ നീക്കാൻ തക്ക വിശ്വാസമുണ്ട്, മാലാഖമാരുടെ ഭാഷ പറയുന്നുണ്ട്, വലിയ വിഷയങ്ങളാണ്. അന്യഭാഷ പറയും, പ്രവചിക്കും, പ്രസംഗിക്കും, ഹീലിംഗ് നടത്തും. പക്ഷെ എന്തില്ല, അകത്ത് ഈ പിതാവിനാൽ അംഗീകരിക്കപ്പെട്ട ആ അനുഭവമില്ല. അപ്പൊ ഈ പിതാവിനാൽ അംഗീകരിക്കപ്പെട്ട അനുഭവം, അതായത് ഈ അക്സെപ്റ്റൻസ് ഹൃദയത്തിൽ അനുഭവിക്കാത്ത, അഥവാ ദൈവസ്നേഹത്തിന്റെ ഒരു കുളിർമഴ അകത്ത് അനുഭവിക്കാത്ത വ്യക്തി. അപ്പൊ പലരും ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷകന്മാരെ നോക്കുമ്പോൾ അറിയാം, അവര് ഫെയിമിന് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി എല്ലാം ഓടുന്നു. അപ്പം അവരെ അങ്ങനെ ഓടാൻ പ്രേരിപ്പിക്കുന്നത് ആ ഹൃദയത്തിന്റെ അകത്ത് ആ ദൈവസ്നേഹം നിറയാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. മറിച്ച് യേശുവിനെ നോക്ക്. യേശുവിന്റെ ഒരു പ്രവൃത്തിയും, യേശുവിന്റെ ഒരു പ്രസംഗവും, യേശുവിന്റെ ഒരു രോഗശാന്തിയും, യേശുവിന്റെ ജീവത്യാഗം പോലും പിതാവിൽ നിന്നുള്ള അംഗീകരണത്തിന് വേണ്ടി ആയിരുന്നില്ല. കാരണം പിതാവിൽ നിന്നുള്ള അംഗീകരണം അവന് ആദ്യമേ ഉണ്ടായിരുന്നു. മറിച്ച് പിതാവിനോടുള്ള ഹർഷോന്മാദ ഭരിതമായ ഹൃദയബന്ധത്തിൽ വേരൂന്നി പോഷണം ലഭിച്ച് അവൻ ശുശ്രൂഷ ചെയ്തു. അപ്പൊ അതാണ് അവന്റെ പ്രേരണ, പിതാവിനോടുള്ള ആ റിലേഷൻഷിപ്പ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷയ്ക്ക് മാതൃകയായിരിക്കും. അപ്പോസ്തലനായ പത്രോസ് എഴുതിയിരിക്കുന്നത്, നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരേണ്ടതിന് അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അപ്പം നമ്മുടെ ശുശ്രൂഷയുടെ മാതൃക ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആയതുകൊണ്ട് ഈ 4 ഘടകങ്ങളും നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 4 ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആന്തരിക മേഖലയിൽ അംഗീകരണവും പാലനവും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണത്. ഹൃദയത്തിൽ ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു, ദൈവം എന്നെ പരിപാലിക്കുന്നു. ഇത് രണ്ടും നമ്മൾ അനുഭവിക്കണം. അത് പ്രഥമവും അടിസ്ഥാനപരവുമായ കാര്യമാണ്. ഏറ്റവും അടിസ്ഥാനം അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി എന്നൊക്കെ പൗലൂസ് എഴുതുന്നു. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ബൈബിൾ നല്ലപോലെ അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് അനുബന്ധമായ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പൊന്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിൽ ഈ സ്നേഹം നിറഞ്ഞിട്ടാണ്. അത് ഏറ്റവും അടിസ്ഥാനപരമാണ്. ആന്തരികമായിട്ട് ഈ അംഗീകരണവും ഈ പാലനവും അത് പ്രഥമവും അടിസ്ഥാനപരവുമായിട്ട് അത് വേണം. അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തുള്ളൂ. റോമാലേഖനം 5:5 പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. അപ്പം റോമാലേഖനം 5:5 പറയുന്നത് ഫാദേഴ്സ് ലവ്, ആ പിതാവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുകയാണ് പരിശുദ്ധാത്മാവിലൂടെ. ഇനി നമുക്ക് റോമാലേഖനം ഒരു വാക്യം വായിക്കാം. അവിടെ റോമാലേഖനം 8:16. അപ്പം റോമാലേഖനം 5:5 പറയുന്ന ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. ഇവിടെ പറയാണ്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നിങ്ങളത് മനസ്സിലാക്കണം. അതായത് യേശുവിന്റെ ശുശ്രൂഷയുടെ അതേ പാറ്റേണിലാണ് നമ്മുടെ ശുശ്രൂഷയെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയായിരിക്കും. അപ്പം യോർദാൻ നദിയിൽ യേശു ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ ശബ്ദം സ്വർഗത്തിൽ നിന്ന് വരികയാണ്, നീ എൻ്റെ പ്രിയ പുത്രൻ, യു ആർ മൈ ബിലവഡ് സൺ. 3.5 വർഷം കുതിച്ചു പോകാനുള്ള ഊർജമാണ് ഈ വരുന്നത്. നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, ദുഷികളുണ്ട്, എതിർപ്പുകളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, പീഡകളുണ്ട്, കഷ്ടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. 3.5 വർഷം. അവസാനം മുൾമുടിയുണ്ട്, മരക്കുരിശുണ്ട്, കാരിനും ബാണിയുണ്ട്, എല്ലാം ഉണ്ട്. അതിലേക്ക് പോവാണ് ഒരൊറ്റ വാക്ക്. കാരണം ആ അക്സെപ്റ്റൻസ്, ആ സസ്റ്റനൻസ്. അപ്പൊ ഇതിൽ നിന്ന് ശക്തി അങ്ങോട്ട് കയറി വരികയാണ്. അപ്പൊ നമുക്കതില്ലാതെ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്നു. അപ്പൊ പല ആളുകൾക്ക് ആ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അനുഭവിക്കാൻ പറ്റാത്ത ആളുകൾ ദയവായി
സ്റ്റോപ്പ് ഡൂയിങ് മിനിസ്ട്രി. നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്യരുത്. കാരണം യു ആർ നോട്ട് ഡൂയിങ് ഗോഡ്സ് മിനിസ്ട്രി. ദൈവത്തിൻ്റെ മിനിസ്ട്രി അല്ല ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ നിറയണം, പിന്നെ അടുത്ത ആളുകളെ നിറയ്ക്കണം. നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ പറയുമല്ലോ, ആദ്യം നിന്റെ മൂക്കി വെക്കണം, പിന്നെ അയലക്കംകാരൻ്റെ മൂക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ അംഗീകരണത്തിലേക്ക് വരണം. അപ്പം ഇവിടെ പറയാണ്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ, യോർദാൻ നദിയിൽ ഇറങ്ങി നിൽക്കുന്ന യേശുവിനോട് പിതാവ് നീ എൻ്റെ പ്രിയ പുത്രൻ എന്ന് എങ്ങനെ പറഞ്ഞോ അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ സെക്കൻഡിലും പറയാണ്, യു ആർ ബിലവഡ് ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ പ്രിയ പൈതൽ ആണ്. അതാണ് അക്സെപ്റ്റൻസ് ആൻഡ് സസ്റ്റനൻസ്. ഈ വാക്യത്തിൽ അത് കിടക്കുന്നത്. അത് നമുക്കുള്ള നമ്മുടെ അംഗീകരണവും നമ്മുടെ പാലനവും. അപ്പം നമുക്കുള്ള പാലനം നമുക്കൊരിക്കലും ഫേസ്ബുക്കിലെ ലൈക്കിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഷെയറിൽ നിന്നോ ഒന്നും നമ്മൾ പ്രാപിക്കാൻ ശ്രമിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഇത്ര വ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, ഞാനത് നോക്കാറേ ഇല്ല. എനിക്ക് വ്യൂ ഉണ്ടാകണമെന്ന് താല്പര്യമില്ല. ഞാനതുകൊണ്ടാണ് വലിയ പരസ്യം കൊടുക്കുന്നില്ല, വിത്തൗട്ട് പരസ്യം കൊടുക്കുന്നത്. കാരണം അതുകൊണ്ടല്ല നമ്മൾ സസ്റ്റനൻസ്. നമ്മുടെ പാലനം കർത്താവിൽ നിന്നായിരിക്കും. കർത്താവിൽ നിന്നാണ്. ഇവന് 100 വ്യൂ ഉള്ളതിലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഇത് ലിസൺ ചെയ്യുന്ന ആളുകൾ ലിസൺ ചെയ്താൽ മതി. ഇന്നലെ ഞാനൊരാൾ പറഞ്ഞു, കാരണം ഇത് കേൾക്കുന്ന ആളുകൾ, ഞാനൊരു മെസ്സേജ് ഷെയർ ചെയ്തപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്തപ്പോൾ ആദ്യം ഒരു ഓഡിയോ മെസ്സേജ്, ആദ്യത്തെ 2 മിനിറ്റ് ശബ്ദമില്ല. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, പക്ഷേ ആദ്യത്തെ 2 മിനിറ്റ് ഒന്ന് മുറിച്ച് കള, കാരണം അല്ലെങ്കിൽ ആളുകൾ ഇട്ടേച്ച് പോകും. കാരണം ഇത് കേൾക്കുക 2 മിനിറ്റ് നേരം ഇങ്ങനെ ശബ്ദമില്ല വരുമ്പോൾ നമ്മൾ കേൾക്കണ്ട, അങ്ങനെയുള്ളവർ കേൾക്കണ്ട. ഇത് കേൾക്കണമെന്ന് താല്പര്യത്തോടെ 2 മിനിറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി കേൾക്കുന്നവർ കേട്ടാൽ മതി. നമ്മളെ ആളുകളുടെ ആ ഷെയറിൽ നിന്നോ അല്ലെങ്കിൽ ആളുകളുടെ ലൈക്കിൽ നിന്നോ ഒന്നും നമ്മൾ അത് പ്രാപിക്കാൻ ശ്രമിക്കരുത്. കാരണം ദൈവത്തിൽ നിന്നുള്ള ആ അക്സെപ്റ്റൻസും ദൈവത്തിൽ നിന്നുള്ള ആ സസ്റ്റനൻസും കിട്ടാത്ത ആളുകളാണ് മനുഷ്യരിൽ നിന്ന് ഇത് രണ്ടും തേടുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ അംഗീകാരത്തിനല്ല വന്നിരിക്കും. അപ്പോസ്തലൻ പൗലോസിനെ നോക്ക്. പൗലോസ് പറയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിന്റെ ദാസൻ ആയിരിക്കയില്ല. ഇനി മുതൽ ഞാൻ മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കുന്നത്. കാരണം ഞാൻ മനുഷ്യന്റെ പ്രസാദത്തിന് വേണ്ടി പ്രസംഗിക്കുന്നില്ല. കാരണം പൗലോസിന്റെ ഹൃദയം നിറച്ച് ആ അക്സെപ്റ്റൻസ്, ആ ദൈവിക അംഗീകരണവും ദൈവിക പാലനവും നിറഞ്ഞു നിൽക്കുക. പിന്നെ എന്തിനാ മനുഷ്യന്റെ പ്രസാദം? അപ്പൊ നമുക്ക് ഈ കൂടുതൽ മനുഷ്യരെ പറ്റി കയറാവും. ഈ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നമ്മൾ അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്. എന്നോട് അറിയിച്ചു, പാസ്റ്റർ എന്തിന് ഇതെല്ലാം പറയും. ഞാനിപ്പോൾ ആളുകൾ എന്ത് പറയുന്നത്, ആളുകൾ എന്ത് ചിന്തിക്കുന്നതിനെ പറ്റി ഒട്ടും ബോധേടല്ല. കാരണം ദൈവത്തിന്റെ അംഗീകരണമാണ് നമുക്ക് വേണ്ടത്. മൈ അപ്രൂവൽ ഈസ് ഫ്രം എബോവ്, ഈസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണ് അംഗീകരണം. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള അംഗീകരണം ഉണ്ടെന്ന് ഉറപ്പുള്ള വ്യക്തിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ആ അംഗീകരണം നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. പിന്നെ അംഗീകരണം മാത്രം പോരാ, ആ പാലനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺ ഗോയിങ് പ്രോസസ്സാണ്, കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വയറ്റ് ടൈമാണ്. പ്രാർത്ഥനയിൽ, വ്യക്തിപരമായി സ്വകാര്യ പ്രാർത്ഥനയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ഈ ആധുനിക യുഗത്തിൽ ഫേസ്ബുക്കുകളുടെയും ടാബ്ലറ്റുകളുടെയും സോഷ്യൽ മീഡിയകളുടെയും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ടൈമിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? സസ്റ്റനൻസ് ഉണ്ടാകത്തില്ല. ആ സസ്റ്റനൻസിനെ സൈറ്റാൻ റീപ്ലേസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് ലൈക്കിൽ കൂടിയാണ്. 50 ലൈക്ക് കിട്ടി. അപ്പൊ നമ്മൾ ആ ലൈക്കിലാണ് ജീവിക്കുന്നത്, അല്ല ഷെയറിൽ. അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ചാറ്റ് ബോക്സ് വന്നു വെച്ചാൽ ഹായ്, വെരി ഗുഡ്, അല്ലെ വിരൽ പൊക്കി കാണിക്കും. അപ്പൊ നമ്മൾ അതുമാണ്, നമ്മൾ ഈ വിരൽ പൊക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തിന്റെ സസ്റ്റനൻസ്, അത് യേശുവിനെ നോക്ക്. ആയിരക്കണക്കിന് ആളുകൾ പ്രസംഗം കേൾക്കാൻ നിൽക്കുകയാണ്, ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ നിൽക്കുകയാണ്. യേശു അവരെല്ലാം വിട്ടിട്ട് മലയിലേക്ക് പോയി തനിച്ച്. കാരണം പിതാവിനോട് ചേർന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. എന്നതാവാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിസ തരണേ, മുട്ടുവേദന മാറ്റണേ, ഇതൊന്നുമല്ല പ്രാർത്ഥിക്കും. അക്സെപ്റ്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ
ആ സസ്റ്റനൻസ് ആണ്. ആ കൂട്ടായ്മയിൽ നിന്ന് ആ പാലന ഇങ്ങനെ അകത്തേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. യേശുവിനെ പറ്റി പറഞ്ഞ അവൻ തീക്കല്ല് പോലെ മുഖത്തെ കടുപ്പമാക്കി. യെശയ്യാ പ്രവാചകൻ കണ്ടിട്ട് പറയുന്ന തീക്കല്ല് പോലെ യേശുവിന്റെ മുഖത്തേക്ക് യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ 750 വർഷം മുമ്പ് നിൽക്കുന്ന യേശുവിനെ പ്രവാചകൻ ദർശനത്തിൽ കണ്ടു പേടിച്ചു. എന്നിട്ട് എഴുതി വെച്ചു തീക്കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9:51 വായിക്കുന്ന അവൻ യെരുശലേമിലേക്ക് പോകാൻ മനസ്സുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അതിക്രൂരമായ വിചാരണ, റോമൻ പടയാളികളുടെ മർദ്ദനം, ചാട്ടവാറ്, കാരിരുമ്പ്, ക്രൂശീകരണം, അപമാനം, നിന്ന, വിചാരണ, വയർപ്പ്, രക്തം, കഷ്ടത എല്ലാം കാത്തിരിക്കുകയാണ്. അതിലേക്ക് പോവാണ്. കാരണം ഈ സസ്റ്റനൻസ് ആണ്. നമുക്ക് ഇത് നേടിയെടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവസ്വരമാണോ കേട്ടത്, ദൈവം പറഞ്ഞിട്ടാണോ, നമുക്ക് സംശയം ഉണ്ടാവും. ഇപ്പം നമ്മൾ മോശയെ നോക്കുക. മോശയെ നോക്കിക്കഴിയുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കും. മോശ 4 ഒഴിവ് കഴിവാ പറയുന്നത്. 4 എക്സ്ക്യൂസ് പറയുന്നുണ്ട്. എന്നെ ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടി ദൈവം വിളിക്കുന്നത് 4 ഒഴിവ് കഴിവ്, 4 എക്സ്ക്യൂസ് പറയും. എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ് അവസാനം മോശ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല, അവസാനം പറയും സൗകര്യം ഇല്ലെന്നുള്ള ഒരു ടോണിലാണ് പറയും. പക്ഷെ അവിടെ ആ ദൈവത്തിന്റെ സ്നേഹം മോശയെ പറഞ്ഞു വിടുകയാണ്. മോശയെ പറഞ്ഞു വിട്ടു. മോശ അവിടെ ചെന്നു. നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ ഈ ഓടിച്ചു പറയുന്നത്. അവിടെ ചെന്ന് മോശ ആഗ്രഹിക്കുന്ന പോലെയൊന്നും അല്ല സംഭവിക്കുന്നു. ജനങ്ങൾ ആദ്യം വലിയ ഉത്സാഹമായിരുന്നു, സ്വീകരിച്ചു. പക്ഷെ പിന്നെ ഫറവന്റെ വട്ടാത്തിൽ ചെന്ന് തിരിച്ചടി ഉണ്ടായി, പ്രതികൂലമുണ്ടായി. ഒന്നും അങ്ങനെ ആഗ്രഹിച്ച പോലെ അല്ല നടന്നത്. അപ്പൊ എന്തുകൊണ്ട് ദൈവം അവിടെ ഇടപെട്ടില്ല? എന്തുകൊണ്ട് ദൈവം അവിടെ പ്രവർത്തിച്ചില്ല? അപ്പൊ ഇതെല്ലാം നമ്മുടെ മിനിസ്ട്രിക്കുള്ള ഒരു പാറ്റേൺ. ഇതിനാണ് ബൈബിളിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞില്ലെന്നോ ദൈവത്തിന്റെ അപ്രൂവൽ ഇല്ലെന്നോ അല്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടായെന്നിരിക്കും. ചിലപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഇതൊന്നും വിജയിച്ചില്ലെന്നിരിക്കും. പക്ഷെ കർത്താവിന്റെ ആ അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും പ്രധാനം. കർത്താവിന്റെ ആ സസ്റ്റനൻസും പിന്നെയാണ് നമ്മുടെ സ്റ്റാറ്റസ്. നമ്മുടെ സ്റ്റാറ്റസ് അതിൽ നിന്നുണ്ടാകണം. അതിൽ നിന്ന് ബിൽഡ് ചെയ്തൊരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ 100% ആ അച്ചീവ്മെന്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ നേട്ടം അഥവാ നമ്മൾ ആ ലക്ഷ്യം കൈവരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷയിൽ മനസ്സുമടുത്തും നിരാശപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് റീഫ്യൂവൽ ചെയ്യാൻ ഒക്കെയുള്ള ടൈമാണിത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഉറപ്പായിട്ട് പോകും. അപ്പോൾ ഇതാണ് അതിന്റെ ഫൗണ്ടേഷൻ. ഈ സ്റ്റാറ്റസും ഈ അച്ചീവ്മെന്റും അതിന്റെ പുറകെ വരുന്നതാണ്. ഫൗണ്ടേഷൻ ഇല്ലാതെയാണ് ചിലർ മിനിസ്ട്രിക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഫൗണ്ടേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ തിയോളജി പഠിക്കുന്ന കാര്യമൊന്നുമല്ല. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ അക്സെപ്റ്റൻസ്, ഈ അംഗീകരണവും ഈ ദൈവിക പരിപാലനം എന്ന് പറഞ്ഞാൽ, ദൈവിക പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ദൈവിക പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഈ ചെക്ക് കിട്ടി, അല്ലെങ്കിൽ പൈസ കിട്ടി, പെട്രോൾ അടിക്കാൻ കാശ് കിട്ടി, സ്വത്രാഴ്ച കിട്ടി, ഇതൊക്കെയാണ് നമ്മളെല്ലാം പറയുന്നത്. ഫേസ്ബുക്കിലെ പോസ്റ്റൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ദൈവിക പാലനം ആന്തരികമാണ്. ബാഹ്യമായിട്ടുള്ളത് പുറമേ വരും, അല്ലേ? അപ്പൊ നമ്മുടെ ജീവനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യനാണ് പ്രാധാന്യം. അതാണ് യേശു പറഞ്ഞത്, യേശു പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ അകത്തേക്കുള്ള ആ ദൈവിക പരിപാലനം, ഇപ്പൊ ഇത് ഫൗണ്ടേഷൻ ഇല്ലാതെ ചിലർ മിനിസ്ട്രിക്ക് ഇറങ്ങി പുറപ്പെടും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല, ആ സസ്റ്റനൻസ് ഇല്ല, ദൈവമായിട്ടുള്ള കണക്ഷൻ, കണ്ടിന്യൂയിങ് ഗോഡ്സ് ലവിന്റെ ആ ഫ്ലോ, ദൈവസ്നേഹത്തിന്റെ നിരന്തര പ്രവാഹത്തിന്റെ ഒരു ചാലായിട്ട് നമ്മൾ മാറണം. അപ്പൊ ദൈവസ്നേഹത്തിന്റെ നിരന്തര പ്രവാഹത്തിന്റെ ഒരു പാത്രമായി നമ്മൾ രൂപപ്പെടും. അതന്നെയാണ് ഈ സസ്റ്റനൻസ് എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അംഗീകരണമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അകത്തുണ്ടാകുന്ന ബോധ്യമാണ്. ഐ ആം എ ചൈൽഡ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് നാം ദൈവത്തിന്റെ മകനാണ്? അപ്പൊ അതെല്ലാം നമ്മൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ അംഗീകരണം വാസ്തവത്തിലുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടു, അതാണോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കുക. അപ്പോൾ ഈ അക്സെപ്റ്റൻസും ഈ സസ്റ്റനൻസും ഈ അംഗീകരണവും ഈ പാലനവും നമുക്കകത്ത് ലഭിക്കാത്ത ആളുകളുണ്ട്. അവർ മിനിസ്ട്രിക്ക് പോകും. അത് ഫൗണ്ടേഷൻ ഇല്ലാത്തവരാണ്, അടിസ്ഥാനമില്ലാത്തവരാണ്.
അവരുടെ വീടിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. കാറ്റടിച്ചു, നദി പൊങ്ങി, അവന്റെ വീട് വീണുപോയി, ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ ചിലർ മിനിസ്ട്രിക്ക് ഇറങ്ങിപ്പോകും. ഫൗണ്ടേഷൻ ഇല്ലാത്തവരും ഫൗണ്ടേഷൻ ഉള്ളവരും വേല ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടരെ സ്നേഹിക്കുന്ന പ്രവർത്തകർ എന്ന് വിളിക്കാം, മറ്റേ കൂട്ടരെ പ്രവർത്തിക്കുന്ന സ്നേഹിതന്മാരെന്നും വിളിക്കാം. ഒന്നും മനസ്സിലായില്ല, കാരണം അത് ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ചിട്ടാണ് മനസ്സിലാവും. അതായത് സ്നേഹിക്കുന്ന പ്രവർത്തകർ, മറ്റേത് പ്രവർത്തിക്കുന്ന സ്നേഹിതന്മാർ. ലവിങ് വർക്കേഴ്സ് ആൻഡ് വർക്കിംഗ് ലവേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലവിങ് വർക്കേഴ്സും ഉണ്ട്, വർക്കിംഗ് ലവേഴ്സും ഉണ്ട്. ഈ മിനിസ്ട്രിയിൽ 2 കൂട്ടരുണ്ട്. കർത്താവിന്റെ വയൽപ്രദേശത്ത് ഇപ്പം ലോകത്ത് മിനിസ്ട്രിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ട് ശുശ്രൂഷകന്മാരെ തിരിക്കാം. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലവിങ് വർക്കേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, ആരാധനയാണ്, ഹാർഡ് വർക്കാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ആ സ്വസ്ഥതയില്ല, ഉള്ളിൽ ആ പീസില്ല, ഉള്ളിൽ അവർ കണ്ടന്റ്മെന്റ് ഇല്ല, എന്ന് പറഞ്ഞാൽ സംതൃപ്തിയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകും. അത് നമ്മുടെ ആളുകളൊക്കെ ഒത്തിരി പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ ഉഴപ്പിയടിച്ച് ദൈവവേല ചെയ്താൽ കാശുണ്ടാക്കാം എന്ന്. അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം. അതൊരു പോസിറ്റീവ് വാക്യമാണ്. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടം തന്നെയാണ് എന്നാണ് അതിന്റെ മലയാളം ശരിക്ക് വരേണ്ടത്. നമ്മുടെ ബൈബിളിൽ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലിയ ആദായമാണ് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി പേര് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊരു അലംഭാവത്തോടുകൂടെ ഉപേക്ഷ വിചാരിച്ച് ദൈവഭക്തി കൊണ്ട് നടന്നാൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും, അങ്ങനെയൊന്നുമല്ല. അത് ഏറ്റവും പോസിറ്റീവായിട്ട് തന്റെ അനുഭവമാണ് പൗലോസ് പറയുന്നത്. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയുള്ള, തൃപ്തിയുള്ള ആ ദൈവികത. അതെവിടെ നിന്നാ വരുന്നത്? അപ്പൊ ഈ സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് അതില്ല. ലവിങ് വർക്കേഴ്സ്, സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് കണ്ടന്റ്മെന്റ് ഇല്ല, അവർ സംതൃപ്തി ഇല്ല അവർക്ക്. അപ്പൊ 2 കാറ്റഗറി ഉണ്ട്, ലവിങ് വർക്കേഴ്സും ഉണ്ട്, വർക്കിംഗ് ലവേഴ്സും ഉണ്ട്. അപ്പം സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരും ഉണ്ട്, പ്രവർത്തിക്കുന്ന സ്നേഹിതന്മാരുണ്ട്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്നായിത്തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റൊരു നേരത്തെ പറഞ്ഞത് അത് ഡൂയിങ് ആൻഡ് ബീയിങ്. പറഞ്ഞാൽ പ്രവൃത്തിയുമുണ്ട്, ആയിത്തീരലുമുണ്ട്. അപ്പൊ ദൈവം നമ്മളിൽ ഫോക്കസ് ചെയ്യുന്ന ബീയിങ് ആണ്. ബീയിങ്. നമ്മളൊന്നും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പ്ലാവില പോലും എടുത്ത് മറിച്ച് വെക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ബീയിങ് ആണ്. അതായത് ഡൂയിങ് അല്ല. ഡൂയിങ്ങിന് ആവശ്യമുണ്ട്, പക്ഷെ ബീയിങ് വന്നിട്ടാണ് ഡൂയിങ്. ബീയിങ് വരാത്തവര് ഡൂയിങ് ചെയ്യുന്നതിൽ വലിയ ഗ്ലോറി ഒന്നുമില്ല. കർത്താവിന് അത് താല്പര്യമില്ല. അതാണ് പറഞ്ഞത്, ലവിങ് വർക്കേഴ്സും ഉണ്ട്, വർക്കിംഗ് ലവേഴ്സും ഉണ്ട്. അപ്പൊ ലവിങ് വർക്കേഴ്സ് ആകാനല്ല കർത്താവ് നമ്മെക്കുറിച്ച്. ലവിങ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടു, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു, അപ്പോഴേ എന്തോ ഇതളകി, എന്നാൽ പിന്നെ കുറെ വേല ചെയ്തേക്കാം. അപ്പൊ അകത്ത് പൊള്ളയാണ്, അകം പൊള്ളയാണ്, അകം അസ്വസ്ഥമാണ്, നീറിപ്പുകയാണ്, സ്വസ്ഥതയില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, അകത്ത് സമാധാനമില്ല, ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല, വിശ്വാസത്തിന്റെ ഉറപ്പില്ല, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ല, ഒരു ഇതുമില്ല. അപ്പൊ സ്വസ്ഥതയില്ല, ആകെ ഭയമാണ്. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചേക്കാം, അപ്പൊ അതിനുവേണ്ടി പരസ്യവും നടത്തിയേക്കാം. ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ല, ആരും മീറ്റിങ്ങിന് വിളിച്ചില്ല. ആരും മീറ്റിങ്ങിന് വിളിച്ചില്ലെങ്കിൽ ഞാൻ പരസ്യവും നടത്തും. അന്നേരം എന്ത് ചെയ്യാണ്? ഒരു മൈക്ക് എടുത്ത് വഴിച്ചടി പോയി നിന്ന് കാറുക. ലവിങ് വർക്കേഴ്സാണ് നമ്മള്. അപ്പൊ അതിന് പകരം ദൈവസന്നിധിയിൽ ഒരു 4 മണിക്കൂർ ഇരിക്കാം. ദൈവസന്നിധി 4 മണിക്കൂർ ഇരുന്നിട്ട് ആ സസ്റ്റനൻസിലേക്ക്, ദൈവിക പാലനത്തിലേക്ക് എന്റെ ഹൃദയത്തെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. ആ പ്രവഹിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് ദൈവസ്നേഹം വന്ന് നിറയുമ്പോൾ നമ്മൾ മറ്റൊന്നായി രൂപാന്തരപ്പെടും, ബീയിങ്ങിലേക്ക് വരും. ആ ബീയിങ്ങിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുറക്കുന്ന വഴികളിലൂടെ നമ്മൾ പ്രവർത്തിക്കണം. ആരായിട്ട്? വർക്കിംഗ് ലവർ ആയിട്ട്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന പ്രവർത്തകനല്ല, പ്രവർത്തിക്കുന്ന സ്നേഹിതനായി നമ്മൾ മാറണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ബീയിങ്ങിലേക്ക് വരിക, എന്നിട്ട് ഡൂയിങ്ങിലേക്ക് പോവുക.
അതുകൊണ്ടാണ് യേശു ഏറ്റവും അവസാനം പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ? ഡു യു ലവ് മീ? കർത്താവേ, ഫീഡ് മൈ ഷീപ്പ്. അപ്പൊ യേശു പറയാ, നീ എന്റെ ആടുകളെ പരിപാലിച്ചു. അപ്പൊ ആ കർത്താവിനോടുള്ള സ്നേഹം, ആ ബീയിങ്, നമ്മളൊരു സ്നേഹിതനായി മാറുകയാണ്, ഒരു ലവറായി മാറുകയാണ്. ആ ലവറായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ കർത്താവ് ഫീഡ് മൈ ഷീപ്പ് എന്ന കമാൻഡ് തരുന്നുള്ളൂ. ഇഫ് യു ആർ നോട്ട് ഇൻ ദാറ്റ് ലവ് റിലേഷൻഷിപ്പ്, യു ആർ നോട്ട് സപ്പോസ് ടു ഫീഡ് ദ ഷീപ്പ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കൺവെൻഷനുകളിലൊക്കെ ആടുകളെ ഫീഡ് ചെയ്യാനുള്ള മത്സരം കണ്ടു. ഓരോരുത്തരും മത്സരിച്ച് ഫീഡ് ചെയ്യുകയാണ്. എന്നൊക്കെയാ കൊടുക്കുന്ന അറിയത്തില്ല. പ്ലാസ്റ്റിക് കാരി ബാഗ് വരെ ഫീഡ് ചെയ്തവരുണ്ട്. അപ്പം നമ്മൾ ഈ ഫീഡ് ചെയ്യേണ്ടത് ലവിലേക്ക് വന്നിട്ട്, ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞത് തമാശയല്ല. ഇത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ച് ജീവൻ വെച്ച് തന്ന ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ ലവിൽ നിറയണം. ആ ലവിൽ നിറഞ്ഞിട്ട് ആ ലവിൽ നിന്നാണ് ഈ ഫീഡിങ് തുടങ്ങേണ്ടത്. അല്ല നമ്മുടെ ഇൻഫർമേഷനിൽ നിന്നല്ല, പ്രസംഗക്കുറിപ്പിൽ നിന്നല്ല. ഒരു നല്ല ഉഗ്രൻ പ്രസംഗക്കുറിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്നാൽ തട്ടിയേക്കാം. അപ്പൊ അതല്ല, യേശു ചോദിക്കാണ്, ഡു യു ലവ് മീ? അപ്പൊ സൈമൺ പീറ്റർ പറഞ്ഞു യെസ്. അപ്പൊ യേശു പറയാണ്, ഫീഡ് മൈ ഷീപ്പ്. രണ്ടാമത് ചോദിക്കാണ്, ഡു യു ലവ് മീ സൈമൺ? യെസ് ലോർഡ്, ഫീഡ് മൈ ഷീപ്പ്. മൂന്നാമത് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ? മേക്ക് ഷുവർ, ഉറപ്പുവരുത്തുക. അപ്പൊ പത്രോസ് പൊട്ടിപ്പോയി. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ, നീ എന്റെ ആടുകളെ മേയ്ക്കും. നമ്മളോട് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ബീയിങ്ങിലേക്ക് വരിക. നമ്മൾ മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം പകരപ്പെടുന്ന ഒരു ഉപകരണം ആകുന്നതിന് മുമ്പ് ദൈവസ്നേഹത്താൽ നാം നിറയപ്പെടണം. അതാണ് അടിസ്ഥാനം. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ, യൂസ് മീ ലോർഡ്, ഉപയോഗിക്കണമേ, കർത്താവേ, അഭിഷേകം ചെയ്യണമേ. രാവിലെയൊക്കെ ഇരുന്നിട്ട് രാത്രിയിലൊക്കെ ഇരുന്നു അഭിഷേകം ചെയ്യണമേ. എന്താണ് അഭിഷേകം? എന്തിനാണ് അഭിഷേകം ചെയ്യേണ്ടത്? എന്തിനാണ് അഭിഷേകം? രോഗികളെ സൗഖ്യമാക്കണം. എന്തോരം ആവേശമാണ് രോഗികളെ സൗഖ്യമാക്കാൻ. ആദ്യം നീ സൗഖ്യമാണ്. അതാണ് വൈദ്യ, നീ നിന്നെ തന്നെ ചികിത്സിക്കുക. നമ്മൾ ആദ്യം സൗഖ്യമാകണം. നമ്മൾ സൗഖ്യമാകണം. വേണ്ടിടത്തോളം സൗഖ്യമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരെ സൗഖ്യമാക്കണമെന്ന് തോന്നത്തില്ല. നമ്മളാ സൗഖ്യം അങ്ങ് നിറഞ്ഞു കഴിയും. അപ്പൊ പിന്നെ സൗഖ്യം നമ്മിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ആളുകൾ സൗഖ്യമാകാൻ തുടങ്ങും. നമ്മുടെ ചുറ്റുപാടുകൾ ഹീലാകാൻ തുടങ്ങും. നമ്മുടെ റിലേഷൻഷിപ്പ് ഹീലാകാൻ തുടങ്ങും. ഇതിപ്പോ നമുക്കിങ്ങനെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വേണം, മീറ്റിംഗ് പിടിക്കണം, ഇതൊക്കെ ചിന്തിക്കുകയാണ്. മാനിപ്പുലേഷനും ലോബിയിങ്ങും ഒക്കെയാണ് നടത്തുന്നത്. ഈ ജൂലൈ മാസത്തിൽ PCNAC അല്ല കേട്ടോ, വേറെ മീറ്റിംഗ്. ഈ ജൂലൈ മാസത്തിൽ ഈ അമേരിക്ക നടക്കുന്ന ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ജൂണിൽ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചിങ്ങനെ ആ മീറ്റിംഗ് പിടിക്കാൻ ശ്രമിച്ചു. ഞാനിപ്പോൾ അവിടെ ആ ഫോൺ വരുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അപ്പം ഞാനിതൊക്കെ കേട്ടോണ്ടിരുന്നു. ഞാനങ്ങ് ആശ്ചര്യപ്പെടുകയാണ്. കാരണം അപ്പോൾ ആളുകൾ ഇതാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് അങ്ങനെ ചെയ്യേണ്ടതല്ല. അപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക്, കർത്താവേ, എനിക്ക് അഭിഷേകം തരണമേ, എന്തിനാണ് നിനക്ക് അഭിഷേകം? കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കാനോ, അതോ പ്രസംഗം കൊടുക്കാനാണെങ്കിൽ എന്തുമാത്രം പ്രസംഗമുണ്ട്? നീ ഒരു CD അങ്ങ് അയച്ചുവിടാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബിന്റെ ലിങ്ക് അയച്ചുവിടാം, ഒരു പ്രസംഗം. അപ്പൊ അതല്ല, എന്നെ ഉപയോഗിക്കണം കർത്താവേ, ഉപയോഗിക്കാം. പക്ഷെ ആദ്യം നീ കർത്താവിനാൽ നിറയപ്പെടണം. അതാണ് കർത്താവേ. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ദൈവസ്നേഹത്താൽ നിറയപ്പെടാനെന്ന് ആഗ്രഹിക്കുക. എന്നെ ഹീൽ ചെയ്യണം. എനിക്ക് ഒത്തിരി മുറിവുകളുണ്ട്. എൻ്റെ അകത്ത് ദൈവസ്നേഹം ഒഴുകി വരുന്നതിനൊത്ത തടസ്സങ്ങൾ, ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കെല്ലാം മാറി ദൈവസ്നേഹം എന്നിലേക്ക് ഒഴുകട്ടെ.
പിതാവിന്റെ ആനന്ദമസൃണമായ ഹൃദയബന്ധത്തെക്കുറിച്ചുള്ള അനുഭവതലത്തിലുള്ള ശരിയായ ഉറപ്പാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ മൂലധനവും അടിസ്ഥാനവും. പിതാവിന്റെ ആ സന്തോഷപൂർണമായ ഹൃദയബന്ധത്തെക്കുറിച്ച് അനുഭവതലത്തിലുള്ള ഉറപ്പ്, അല്ലാതെ കേൾവിയല്ല. ഇപ്പം നമുക്ക് ഭയങ്കര ഉറപ്പാണ് ദൈവം സ്നേഹമാകുന്നു, God so loved the world and God so loves us and we are supposed to live in the love which is given to Jesus by the Father. ഇതെങ്ങനെ നമുക്കറിയാം, പിതാവ് പുത്രന് കൊടുത്ത ആ സ്നേഹം, that's eternal love. We are called to experience and enjoy the eternal love. നമ്മൾ ആ നിത്യസ്നേഹത്തിൽ അനുഭവിക്കാനും ആനന്ദിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇൻഫോർമേറ്റീവ് ലെവലിലാണ്, എക്സ്പീരിയൻസിലല്ല. അപ്പൊ അതുകൊണ്ട് അനുഭവ തലത്തിൽ പിതാവിന്റെ ആനന്ദമസൃണമായ ആ ഹൃദയബന്ധത്തെക്കുറിച്ചുള്ള ഉറപ്പ്, അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനവും ശുശ്രൂഷയുടെ മൂലധനവും. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാൻ മീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്ത് അടുത്തയാളുടെ സാക്ഷ്യമാണ് യോഹന്നാന്റെ. He testifies, behold what manner of love the Father has given to us, that we are called the children of God. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. എപ്പോ വിളിക്കപ്പെടുന്നു? യോർദാൻ നദിയിൽ യേശു നിന്നപ്പോൾ പിതാവ് പറഞ്ഞ പോലെ, യു ആർ മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞ പോലെ യോഹന്നാന്റെ സുവിശേഷം റോമാലേഖനം 8:16 പറയുന്നു, നമ്മുടെ ആത്മാവോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു, നാം ദൈവമക്കളാകുന്നു. അതേക്കുറിച്ച് യോഹന്നാൻ എഴുതുന്നത്. അതായത് പൗലൂസ് റോമാലേഖനം 8 എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ എത്ര സ്നേഹം നൽകിയിരിക്കുന്നു. കാൺമീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. റോമ 5:5 പറയുന്നു, ആ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ട ആ സ്നേഹം നമ്മുടെ ആത്മാവോട് ചേർന്ന് നാം ദൈവമക്കളെന്ന് സാക്ഷ്യം പറയുന്നു. ഈ 2 വാക്യങ്ങളാണ് ഒറ്റ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ സ്നേഹത്തെ നമ്മൾ അറിയണം എന്നതാണ് അപ്പോസ്തലനായ പൗലൂസ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ എഫേസ്യ ലേഖനം 3:17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതാണ് പ്രാർത്ഥന. എന്തിനാണ് ഇത് പ്രാർത്ഥിക്കുന്നത്? എഫേസ്യയിലുള്ള നിങ്ങൾക്കെല്ലാം കൃപാവരങ്ങൾ കിട്ടാനും നിങ്ങളെല്ലാം നല്ല നിങ്ങൾക്കെല്ലാം പ്രസംഗത്തിനുള്ള വേദികൾ കിട്ടാനും മീറ്റിംഗ് കിട്ടാനും നിങ്ങളുടെ മീറ്റിംഗിൽ രോഗശാന്തി ഉണ്ടാകാനും അതൊന്നും അല്ല പൗലൂസ് പ്രാർത്ഥിക്കും. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ വന്നോളും. അപ്പോൾ പൗലൂസ് പ്രാർത്ഥിക്കുന്നതാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ പ്രാർത്ഥന, അപ്പോൾ നമ്മുടെ അകത്ത് ആ പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹം, പതിവായുള്ള ആ ആശ്ലേഷം, റെഗുലർ എംബ്രേസ്മെന്റ്, പതിവായി നമ്മൾ ആ ആശ്ലേഷത്തിലേക്ക്, ആ ആശ്ലേഷത്തിലേക്ക് പോകണം. അതാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10 നമ്മൾ കാണുന്നുണ്ട്. മാർത്ത വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ശുശ്രൂഷയിൽ വളരെ കുഴങ്ങിയിരിക്കും, ഇവൾ എന്നെ ശുശ്രൂഷയ്ക്ക് തനിച്ചു വിട്ടിരിക്കും. മാർത്ത എൻഗേജ്ഡ് ഇൻ ഡൂയിങ്, മേരി വാസ് എൻഗേജ്ഡ് ഇൻ ബീയിങ്. കർത്താവ് പറയുകയാണ്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കും. ബീയിങ്, ആയിത്തീരൽ ചെയ്യണം. പക്ഷെ ആ ബീയിങ്ങിൽ വന്നിട്ട് വേണം ആ ഡൂയിങ്ങിലേക്ക് പോകാൻ. നമ്മൾ അതിൽ ഒന്നായിത്തീർന്നിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം മാർത്ത വാസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ലവിങ് വർക്കർ. കർത്താവിനോടും
അവന്റെ രാജ്യത്തോടും അവന്റെ പ്രവൃത്തിയോടും അവന്റെ ശിഷ്യന്മാരോടും എല്ലാം സ്നേഹവും ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ടാണ് മാർത്ത ഭയങ്കര ധൃതി കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം നടത്തുന്നത്. പക്ഷെ മറിയ വർക്കിംഗ് ലവറാണ്, അവളെ സന്നിധിയിൽ ഇരിക്കുകയാണ്. അതൊരു ഉഴപ്പല്ല, അതാണ് കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഒരു ടീച്ചറോ ഒരു പ്രീച്ചറോ ആകുന്നത് വളരെ നല്ല കാര്യമാണ്, ഒരു ശുശ്രൂഷകനാകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും മഹത്തരമായ കാര്യം ഒരു ദൈവവേദലാകുക എന്നുള്ളതാണ്. നമ്മൾ ലോകം അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായി, പക്ഷെ നമ്മളൊരു ദൈവവേദലായില്ലെങ്കിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുവൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് വിശേഷതയാണുള്ളത് എന്ന്. അത് പ്രസംഗകരെ കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷകരെ കുറിച്ചാണ് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സർവ്വലോകം നേടുക എന്ന് പറഞ്ഞാൽ അമേരിക്ക മിസ്സായിട്ട് അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി പ്രസംഗിച്ചു, ഇംഗ്ലണ്ടിൽ പോയി പ്രസംഗിച്ചു, അയർലൻഡിലെ നേഴ്സുമാരെല്ലാം രക്ഷിച്ചു, ഇങ്ങനെല്ലാം വന്നു. പിന്നെ ഡൽഹിയിൽ രക്ഷിച്ചു, അവിടെ എല്ലാം രക്ഷിച്ചു, സൗദി അറേബ്യ രക്ഷിച്ചു, പിന്നെ ദുബായിലെ, ഷാർജയിലെ, മസ്കറ്റിലെ, ബഹ്റൈനിലെ എല്ലാം നടത്തി, ന്യൂസിലാൻഡിൽ നടത്തി, അങ്ങനെ അവിടെ നടത്തി, ഇവിടെ നടത്തി, അവിടെ കൺവെൻഷനായി, ക്രൂസൈഡായി, രോഗശാന്തി എല്ലാം നടത്തി, ലോകം മുഴുവൻ നേടി. പക്ഷേ സ്വന്തം ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? അവനൊരു ലവിങ് വർക്കർ മാത്രമായിരുന്നു, അവനൊരു വർക്കിംഗ് ലവർ അല്ലായിരുന്നു. അപ്പോൾ ആദ്യം ആ ലവിങ് റിലേഷൻഷിപ്പ്, ആ ലവ് റിലേഷൻഷിപ്പിലേക്ക് വരിക, ആ ഇൻവിറ്റേഷൻ, അതാണ് ഇൻവിറ്റേഷൻ. ആ ലവ് റിലേഷൻഷിപ്പ് വന്നു കഴിയുമ്പോഴാണ് വിളിക്കുന്നത്, പ്രിയേ നമുക്ക് ആ മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോകാം. അപ്പൊ ആ സ്നേഹത്തിൽ, ആ ലവ് റിലേഷൻഷിപ്പിൽ എന്തിനാ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നത്? അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും ഉണ്ടോ? അപ്പൊ ആ റിലേഷൻഷിപ്പിൽ വന്നിട്ട് മിനിസ്ട്രിയിലേക്ക് പോകണം. ഇതാണ് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ത്രിയേകത്വം. ആ ത്രിയേകത്വത്തിന്റെ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും സഭയുടെ നിർമ്മിതിയിലും സകലത്തിലും ഈ തൃത്വം പ്രതിഫലിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ ബന്ധം, അതാണ് നമ്മുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം, അതാണ് നമ്മുടെ മാതൃക, അതാണ് നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും പ്രതിഫലിപ്പിക്കേണ്ടത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടുകൂടി ഇരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ബെനഡിക്ഷൻ പറയുന്നതിന്റെ അർത്ഥവും അത് തന്നെയാണ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ജോയിനിങ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരോ ഒന്ന് ചോദിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു റിച്ച്ലി. വരും ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചയിലും ദൈവം അനുവദിച്ചാൽ ഈ ത്രിയേകത്വവും നമ്മുടെ ലൈഫുമായിട്ടുള്ള റിലേഷനെ പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേവലം ഉപരിപ്ലവമായ കാര്യങ്ങളിൽ വിവാദങ്ങളും തർക്കങ്ങളും നടത്താനല്ല. അത് ആദ്യ പാഠങ്ങളായിരുന്നു. ഞാൻ ഈ ത്രിയേകത്വം ആദ്യം പറഞ്ഞപ്പം വലിയ വിവാദമായിരുന്നു, വലിയ കോലാഹലമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ദൈവിക ത്രിയേകത്വത്തിൽ 3 വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. പല ആളുകളും ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ ആ വീഡിയോ വന്നു. ആ വീഡിയോ കണ്ടിട്ട് ആരോ പവർ വിഷനിലോട്ട് എഴുതി ചോദിച്ചു, ഇങ്ങനെയൊരു വീഡിയോ ഉണ്ട്, നേരാണോ? അപ്പോൾ സകലരും ഞെട്ടിച്ചുകൊണ്ട് പാസ്റ്റർ KCO പറഞ്ഞു, ശരിയാണ്, 3 വ്യക്തികൾ എന്നുള്ളതാണ് ശരി, വ്യക്തിത്വം എന്നല്ല. അതേ തുടർന്നാണ് ഈ കോലാഹലം ഉണ്ടായത്. അതൊക്കെ ഒരു ഉപരിപ്ലവമായ കാര്യങ്ങളാണ്. അന്ന് ഒത്തിരി പേർക്ക്, നമ്മുടെ ബ്രദറിലെ ശുശ്രൂഷകനായ ES തോമസ്, അദ്ദേഹവും പറഞ്ഞായിരുന്നു വ്യക്തിത്വം ആണ്. എന്നോട് അങ്ങനെ ഒരു എഴുതി ചോദിച്ചു, വ്യക്തിത്വമാണോ എന്ന്. മെസ്സേജിലല്ല, കമന്റിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വ്യക്തികളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കുന്ന ആളായതുകൊണ്ട് മറ്റു വിഷയങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്. നമ്മുടെ ബെന്തക്കോസിലും ബ്രദറിലും ത്രിയേകത്വം അത്ര വലിയ വിഷയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഗൗരവപൂർണമായ ഒരു പഠനത്തിലേക്ക് ഏർപ്പെട്ട് വ്യക്തികളാണ് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം ലൈവ് ചെയ്യുകയും ഇന്നും രാവിലെ അദ്ദേഹം ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലൈവാണ്. ത്രിയേകത്വത്തെ സംബന്ധിച്ച് വ്യക്തികളാണെന്നും സത്തയിൽ ഒന്നാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കാര്യങ്ങൾ ഒന്നും പറയുവാനോ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവിക ത്രിയേകത്വം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ത്രിയേകത്വം എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ, സഭയിലും കുടുംബത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും
പ്രയോജനപ്പെടുന്നതെന്നും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഓരോ അണുവിലും ആ ത്രിയേകത്വത്തിന്റെ സ്വാധീനമുണ്ട്, അഥവാ ആ ത്രിയേകത്വം പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ദൈവിക ത്രിയേകത്വ വിശ്വാസമില്ലെങ്കിൽ എല്ലാ ക്രിസ്തീയ ഉപദേശവും അസാധുവാണ്, പ്രയോജനശൂന്യമാണ് എന്നുള്ളതാണ് വാസ്തവം. അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തുടർന്നും അതിന്റെ അടുത്ത ഭാഗങ്ങൾ സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ ആ തൃത്വത്തിന്റെ വിഷയത്തിൽ കണ്ടുമുട്ടാം. May God bless you richly. Thank you for watching. Thank you for joining. Thank you.